ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പൈസി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്പൈസി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചിക്കന് കറിയുന്ന എടുത്ത ചിക്കനാട്ടോ. നിങ്ങൾ ഇതിലേക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള റവ ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയിലേക്ക് 1.5 കപ്പ് വെള്ളം. ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് വാട്ടിയെടുത്ത് ഒരു മാവിൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി സോഫ്റ്റായി കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറു ചൂടോടെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തുനിന്ന് ബോൾസാക്കി മാറ്റാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കൈവേളയിൽ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും കൂടെ വെച്ചെടുക്കാം. ഫില്ലിങ് വെച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ ബോൾസാക്കി മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇത് ആക്കാം കേട്ടോ. ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബോൾസ് റെഡിയായി. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.